ഹായ് മക്കളെ, വെൽക്കം ടു എലൈറ്റ് ഓൺലൈൻ ക്ലാസ്സസ്. മക്കളെ, നമ്മുടെ +2 ആദ്യത്തെ ചാപ്റ്റർ ആയിട്ടുള്ള സെക്ഷൽ റീപ്രൊഡക്ഷൻ ഫ്ലവറിംഗ് പ്ലാന്റിലെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥിരമായിട്ട് പരീക്ഷയ്ക്ക് ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഭാഗമാണ് പോളിനേഷൻ എന്ന് പറയുന്നത്. ശരിയാണല്ലോ? ആ പോളിനേഷൻ എന്ന് പറയുന്ന ഭാഗവും അതിൻ്റെ 3 വ്യത്യസ്ത തരത്തിലുള്ള പോളിനേഷനുകളും പറ്റിയാണ് നമ്മളിപ്പോൾ ഒന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അങ്ങനെയാണെങ്കിൽ നോക്കൂ, നമുക്ക് ആദ്യം എന്താണ് പോളിനേഷൻ എന്നൊന്ന് ഡിസ്കസ് ചെയ്യാം. പോളിനേഷൻ എന്ന് പറഞ്ഞാൽ നോക്കൂ, ഈ ഡയഗ്രം നിങ്ങൾക്ക് എല്ലാവർക്കും പരിചയമുള്ള ഒരു ഡയഗ്രമാണ് അല്ലേ? ഏതാണ് ആ ഡയഗ്രം? ഇവന്റെ പേര് എല്ലാവർക്കും അറിയാം, സ്റ്റെയ്മൻ ആണ്. ഈ സ്റ്റെയ്മൻ 2 പ്രധാനപ്പെട്ട ഭാഗങ്ങളുള്ളത്. ഈ പ്രധാനപ്പെട്ട ഭാഗത്തിനെ നമ്മൾ ഫിലമെന്റ് എന്ന് വിളിക്കുന്നു. ശരിയാണല്ലോ? ഈ പ്രധാനപ്പെട്ട ഭാഗത്തിന് നമ്മൾ എന്താ വിളിക്കുക? ആന്തർ എന്ന് വിളിച്ചു. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നോക്കിയടാ കുഞ്ഞുങ്ങളെ, ഈ കാണുന്ന ഭാഗവും ഞാൻ ഇങ്ങനെയൊന്ന് വരയ്ക്കുന്നുണ്ട്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നോക്കൂ നിങ്ങൾ, ഈ കാണുന്ന പ്രധാനപ്പെട്ട ഭാഗത്തിനെ നമ്മൾ സ്റ്റിഗ്മ എന്നാണ് വിളിച്ചത്. ശരിയാണല്ലോ? താഴത്തേക്കുള്ള നീണ്ടിട്ടുള്ള ഈ എലോങ്ങേറ്റഡ് സ്ട്രക്ചറിനെ സ്റ്റൈൽ എന്ന് വിളിച്ചപ്പോൾ ഈ ബൾജ് ചെയ്തിരിക്കുന്ന, എൻലാർജ് ചെയ്തിരിക്കുന്ന ഭാഗത്തിനെ ഞാൻ ഓവറി എന്ന് വിളിക്കുന്നുണ്ട്. ശരിയാണല്ലോ? യെസ്. അങ്ങനെയാണെങ്കിൽ ഇത് നമ്മുടെ പിസ്റ്റലാവാം അല്ലെങ്കിൽ കാർപ്പലായിട്ട് നിങ്ങൾക്ക് കണക്കാക്കാം. നമ്മളെല്ലാവരും ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ കാണുന്ന ആന്തറിന്റെ ഉള്ളിലാണ് മക്കളെ ആരിയ്ക്കുന്നത്? പോളൻ ഗ്രെയിൻ ഇരിക്കുന്നത്. പോളൻ ഗ്രെയിനിന്റെ സ്ട്രക്ചർ എന്ന് പറയുന്ന എല്ലാവർക്കും അറിയാവുന്നതാണ്. അങ്ങനെയാണെങ്കിൽ ആന്തറിന്റെ ഉള്ളിലാണ് പോളൻ ഗ്രെയിൻ ഉള്ളത് അല്ലേ? പോളൻ ഗ്രെയിനിന്റെ ഉള്ളിലാണ് സ്ട്രക്ചർ പഠിക്കുമ്പോൾ മെയിൽ ഗ്യാമീറ്റുകളെ നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റുക. അങ്ങനെയാണെങ്കിൽ ആന്തറിന്റെ വാളുകൾ പൊട്ടുന്നു. ആര് പുറത്തേക്ക് റിലീസ് ചെയ്യുന്നു? പോളൻ ഗ്രെയിൻ പുറത്തേക്ക് റിലീസ് ചെയ്യുക. ആ പോളൻ ഗ്രെയിൻ കാറ്റിലൂടെ പറന്നുകൊണ്ടോ, പൂമ്പാറ്റയുടെയോ തേനീച്ചയുടെയോ മേത്ത് പറ്റി പിടിച്ചുകൊണ്ടോ, വെള്ളത്തിലുള്ള ചെടികളാണെങ്കിൽ വെള്ളത്തിന്റെ മുകളിലൂടെ ഒഴുകിക്കൊണ്ടോ ഈ കാണുന്ന ആരിലേക്ക് എത്തിപ്പെടാം? പറ, സ്റ്റിഗ്മയിലേക്ക് വന്ന് വീഴാൻ സാധ്യതയുണ്ട്. ശരിയല്ലേ? ഈ ഒരു പ്രോസസ്സിനെ, ഈ പോളൻ ഗ്രെയിൻ, മെയിൽ ഗ്യാമീറ്റ് അടങ്ങുന്ന പോളൻ ഗ്രെയിൻ നമ്മുടെ ആന്തറിൽ നിന്ന് റിലീസ് ചെയ്തതിന് ശേഷം സ്റ്റിഗ്മയിൽ വരെ എത്തുന്ന പ്രോസസ്സിനെ നമ്മൾ വിളിക്കുന്ന പേരെന്താ എന്ന് ചോദിച്ചാൽ നിങ്ങൾ പറയണം, ഇറ്റ്സ് കോൾഡ് പോളിനേഷൻ. ഇറ്റ്സ് കോൾഡ് പോളിനേഷൻ. അപ്പൊ എങ്ങനെ സാറേ ഡെഫിനേഷൻ കൊടുക്കും? ഇവിടെ നിന്ന് അങ്ങോട്ടേക്ക് പോവല്ലേ ചെയ്തേ? അപ്പൊ നമ്മൾ അതിനെ വിളിച്ച പേരെന്താ? ട്രാൻസ്ഫർ ആണ്. എന്താ വിളിച്ചത്? ട്രാൻസ്ഫർ ഓഫ്. ആരാടാ പോയിട്ടില്ലേ? പോളൻ ഗ്രെയിനുകളാ പോയിട്ടില്ലേ? അപ്പൊ നമ്മൾ എന്താ പറയാ? ട്രാൻസ്ഫർ ഓഫ് പോളൻ ഗ്രെയിൻ. എവിടെ നിന്നാടാ കുഞ്ഞുങ്ങളെ പോയത്? ആന്തറിൽ നിന്നാ പോയത്. ഫ്രം ആന്തർ. എവിടേക്കാടാ പോയത്? സ്റ്റിഗ്മയിലേക്കാ പോയത്. അപ്പൊ ട്രാൻസ്ഫർ ഓഫ് പോളൻ ഗ്രെയിൻ ഫ്രം ആന്തർ ടു സ്റ്റിഗ്മ ഈസ് കോൾഡ് എന്താ മക്കളെ? പോളിനേഷൻ എന്ന് പറയും. ഇറ്റ്സ് കോൾഡ് പോളിനേഷൻ. ശരിയാണല്ലോ? അങ്ങനെയാണെങ്കിൽ ഞാൻ നിങ്ങളെ 3 ടൈപ്പ് പോളിനേഷനുകളെ പറ്റി ഒന്ന് ഓർമ്മിപ്പിക്കാം. ഓക്കെ ആണല്ലോ? 3 ടൈപ്പ് പോളിനേഷനുകൾ. സാധാരണഗതിയിൽ 2 ടൈപ്പ് പോളിനേഷൻ ആണ് നമ്മൾ പറയാറ്, സെൽഫ് പോളിനേഷനും ക്രോസ് പോളിനേഷനും. ഇവിടെ നോക്കൂ, ഞാനൊരു 3 ടൈപ്പിലേക്ക് നിങ്ങളെ കൊണ്ടുപോവുകയാണ്. ഓക്കെ ആണല്ലോ? ആദ്യത്തെ ടൈപ്പിന്റെ പേരെന്താന്ന് ചോദിച്ചാൽ ഇറ്റ്സ് കോൾഡ് ഓട്ടോഗമി. ആദ്യത്തെ ടൈപ്പിന്റെ പേരെന്താണ്? ഓട്ടോഗമി. രണ്ടാമത്തെ ടൈപ്പിന്റെ പേരെന്താ എന്ന് ചോദിച്ചാൽ ഇറ്റ്സ് കോൾഡ് ജെയ്റ്റിനോഗമി. രണ്ടാമത്തെ ടൈപ്പിന്റെ പേരാണ് ജെയ്റ്റിനോഗമി. മൂന്നാമത്തെ ടൈപ്പിന്റെ പേരെന്താന്ന് ചോദിച്ചാൽ നോക്കൂ, സീനോഗമി എന്ന് പഠിക്കണം. സീനോഗമി. മൂന്നാമത്തെ ടൈപ്പിന്റെ പേരെന്താ? സീനോഗമി. ഓക്കെ ആണല്ലോ? പ്രശ്നമുണ്ടോ? അപ്പൊ നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചേ, നമുക്ക് വേഗം ഈ 3 എണ്ണത്തിനെ പറ്റി ഒന്ന് പഠിക്കണം. ഓക്കെ, അങ്ങനെ ആകുമ്പോൾ 3 എണ്ണത്തിനെ പഠിക്കാൻ വേണ്ടിയിട്ട് ഞാൻ 3 ബോക്സുകൾ വരയ്ക്കുകയാണ്. ദാ ഒരു ബോക്സ്, ദാ രണ്ടാമത്തെ ബോക്സ്. ശരിയല്ലേ? 3 എണ്ണത്തിനെയും കാണിക്കാൻ വേണ്ടി ഞാൻ ഇങ്ങനെയും ഒന്ന് കാണിക്കും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ആദ്യത്തെ സെക്ഷനിലേക്ക് പോവാം. ആദ്യത്തെ സെക്ഷൻ എന്ത് ഗമിയാടാ? പറയടാ. ഓട്ടോഗമി. ആദ്യത്തെ സെക്ഷന്റെ പേരെന്താ? ഓട്ടോഗമി. രണ്ടാമത്തെ സെക്ഷന്റെ പേരെന്താ എന്ന് ചോദിച്ചാൽ ഞാൻ പറയും ജെയ്റ്റിനോഗമി ആണ്. രണ്ടാമത്തെ സെക്ഷന്റെ പേരെന്താ? ജെയ്റ്റിനോഗമി. മൂന്നാമത്തെ സെക്ഷന്റെ പേരെന്താ എന്ന് ചോദിച്ചാൽ നിങ്ങൾ പറയാ, മൂന്നാമത്തെ സെക്ഷന്റെ പേരാണ് സീനോഗമി. മക്കളെ, ഇവിടെ നോക്ക്, നമുക്ക് ചെടി വരയ്ക്കണം. ശരിയല്ലേ? ഇതാണ് നമ്മളുടെ ചെടി അല്ലേ? പോളിനേഷൻ നടക്കുന്നത് ഫ്ലവറിലാണെന്നറിയാം. അപ്പോൾ നമുക്ക് നിർബന്ധമായിട്ടും ആരെ വരയ്ക്കണം? ഫ്ലവറിനെ വരയ്ക്കണം. അപ്പോൾ ഞാൻ ചെറിയൊരു കാര്യം ചെയ്യട്ടെ. എനിക്കിവിടെ ഒരു ചെടിയുടെ ആവശ്യമേ ഉള്ളൂ. ശരിയാണല്ലോ? ഒരു ചെടിയുടെ ആവശ്യമേ ഉള്ളൂ. അപ്പം ഞാനിവിടെ ഒരു ചെടിയും ഒരു ഫ്ലവറും വരച്ചു. അതൊരു ബൈസെക്ഷൽ ഫ്ലവറാണ്. അങ്ങനെ പറഞ്ഞാൽ അതിൽ ആന്തർ ഉണ്ട് സാർ. അതുകൊണ്ട് എന്താ കുഴപ്പം? അതിൽ ആന്തർ മാത്രമല്ല സാർ ഉള്ളത്, അവിടെ എനിക്ക് ആരെ കൂടി കാണാൻ പറ്റി? നമ്മുടെ സ്റ്റിഗ്മയും കൂടി കാണുന്നുണ്ട്. അപ്പോൾ എന്ത് സംഭവിച്ചു സാർ? ഇവിടെ ഒന്ന് നോക്കിക്കേ സാറേ, ഈ കാണുന്ന ആന്തറിന്റെ ഉള്ളിലിരിക്കുന്ന പോളൻ ഗ്രെയിൻ
പുറത്തേക്ക് റിലീസ് ചെയ്തപ്പോൾ അത് തൊട്ടടുത്തുള്ള സ്റ്റിഗ്മയിൽ തന്നെ പോയി വീണു. കണ്ടോ? അങ്ങനെയാണെങ്കിൽ ഇവിടെ നോക്കിക്കേ, ഇവിടെ ഫ്ലവറിന് മാറ്റമില്ല. ഓക്കെ, ഫ്ലവറിന് മാറ്റമില്ല, അതേപോലെ തന്നെ ആയിരിക്കുന്ന പ്ലാന്റിനും മാറ്റമില്ല. അപ്പൊ എനിക്ക് ഇങ്ങനെ പറഞ്ഞൂടെ, ഇവിടെ പോളിനേഷൻ നടന്നത് ഒരേ പ്ലാന്റിലുള്ള ഒരേ ഫ്ലവറില. അപ്പൊ എനിക്ക് ഇങ്ങനെ പറയാം, ട്രാൻസ്ഫർ ഓഫ് എന്ത് ഗ്രെയിൻ ആടാ മക്കളെ? പറ, ട്രാൻസ്ഫർ ഓഫ് എന്ത് ഗ്രെയിനാ? പോളൻ ഗ്രെയിൻ ആണ്. ഫ്രം എവിടെ നിന്ന് എങ്ങോട്ടേക്കാ? ഫ്രം ആന്തർ ടു സ്റ്റിഗ്മ. ഫ്രം ആന്തർ ടു സ്റ്റിഗ്മ, ശരിയല്ലേ? ട്രാൻസ്ഫർ ഓഫ് പോളൻ ഗ്രെയിൻ ഫ്രം ആന്തർ ടു സ്റ്റിഗ്മ. ഓഫ് സെയിം ഫ്ലവർ ആണോ ഡിഫറെന്റ് ഫ്ലവർ ആണോ? സെയിം ഫ്ലവർ ആണ്, ശരിയല്ലേ? ഓഫ് സെയിം ഫ്ലവർ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഒരേ പ്ലാന്റ് ആണോ വേറെ വേറെ പ്ലാന്റ് ആണോ? ഒരേ പ്ലാന്റ് ആണ്. ഓഫ് സെയിം ഫ്ലവർ ഓഫ് എന്ത് പ്ലാന്റ് ആടാ? സെയിം പ്ലാന്റ് ആണ്. ഈ പ്ലാന്റിന്റെ ഈ ഫ്ലവറിന്റെ ഈ ആന്തറിലെ പോളൻ ഗ്രെയിൻ ഈ പ്ലാന്റിന്റെ ഈ ഫ്ലവറിന്റെ ഈ സ്റ്റിഗ്മയിലേക്ക് തന്നെ എത്തുമ്പോൾ നമ്മൾ വിളിക്കുന്ന പേര് എന്ത് ഗമി മക്കളെ? പറയടാ, ഓട്ടോഗമി എന്നാണ്. അങ്ങനെയാണെങ്കിൽ എന്താണ് ജൈറ്റുനോഗമി? നോക്കൂ, ഞാൻ ഇവിടെ ഒരു ചെടി വരയ്ക്കുന്നു, ശരിയല്ലേ? ചെടിക്ക് വളരെ മനോഹരമായിട്ടുള്ള ഇലയൊക്കെ നമ്മൾ വരച്ചു വെച്ചു. ആ ചെടിയിൽ നമ്മൾ നോക്കൂ മക്കളെ, ആ ചെടിയിൽ എന്ത് ചെയ്യുന്നു നോക്കിക്കേ. ആ ചെടിയിൽ നമ്മൾ എന്തിനെ വരയ്ക്കാൻ പോവാ? ഫ്ലവറിനെ വരയ്ക്കാൻ പോവാ. ആരെ വരയ്ക്കാൻ പോവാ? ഫ്ലവർ. അങ്ങനെയാണെങ്കിൽ നോക്കൂ, ഇവിടെ ഞാനൊരു ഫ്ലവർ വരച്ചിട്ടുണ്ട്, വളരെ നല്ലൊരു ഫ്ലവർ. ഇവിടെയും ഞാനൊരു ഫ്ലവർ വരച്ചിട്ടുണ്ട്, ശരിയാണല്ലോ? യെസ്. അങ്ങനെയാണെങ്കിൽ നോക്കൂ, നിങ്ങൾ രണ്ട് സ്ഥലത്തായിട്ട് നമ്മൾ എന്തിനെ വരച്ചിട്ടുണ്ട്? ഫ്ലവറിനെ വരച്ചിട്ടുണ്ട്. ഓക്കെ അല്ലേ? യെസ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നോക്കൂ, ഇവിടെ ഫ്ലവർ ഉണ്ട്. യെസ്. അങ്ങനെയാണെങ്കിൽ നോക്കി, ഇവിടെയും ഫ്ലവർ ഉണ്ട്, ഇവിടെയും ഫ്ലവർ ഉണ്ട്, ശരിയാണല്ലോ? ഒരു ഫ്ലവറിൽ നമ്മൾക്ക് ആരെ കാണാൻ വേണ്ടി പറ്റി? നമ്മൾ ആന്തറിനെ കാണാൻ പറ്റി, ശരിയല്ലേ? ആ ആന്തറിൽ നിന്നും പോളൻ ഗ്രെയിനെ റിലീസ് ചെയ്തപ്പോൾ അത് കാറ്റത്തോ വേറെ ഏതെങ്കിലും മാർഗത്തിലൂടെ അതിൻ്റെ തൊട്ടടുത്തിരിക്കുന്ന മറ്റേ ഫ്ലവറിലുള്ള എവിടെ വന്ന് വീണു? സ്റ്റിഗ്മയിൽ വന്ന് വീണു. അപ്പോൾ ഒരു പ്ലാന്റിൽ തന്നെ വ്യത്യസ്ത ഫ്ലവറുകളിൽ നടക്കുന്ന പോളിനേഷൻ ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്കതിനെ എന്ത് വിളിക്കാം? ദാറ്റ് ഈസ് ദ ട്രാൻസ്ഫർ ഓഫ് എന്ത് ഗ്രെയിൻ? പറ മക്കളെ, ട്രാൻസ്ഫർ ഓഫ് പോളൻ ഗ്രെയിൻ. ഫ്രം എവിടെ നിന്ന് എങ്ങോട്ടേക്കാ? നിങ്ങൾ നോക്കി പറഞ്ഞേ, എവിടെ നിന്ന് എങ്ങോട്ടേക്കാ? ഒരു ഫ്ലവറിലാണോ വേറെ വേറെ ഫ്ലവറിലാണ്? വേറെ വേറെ ഫ്ലവറിലാണ്. ഫ്രം ആന്തർ ടു സ്റ്റിഗ്മ. ഫ്രം ആന്തർ ടു സ്റ്റിഗ്മ ഓഫ് സെയിം എന്ന് പറയാൻ പറ്റുമോ? ഡിഫറെന്റ് എന്ന് പറയാൻ പറ്റുമോ? നമുക്കറിയാം, രണ്ടും വേറെ വേറെ ഫ്ലവറുകളാണ്. അപ്പൊ നമ്മൾ ഇങ്ങനെ കൊടുക്കുന്നു, ഡിഫറന്റ് ഫ്ലവർ ഓഫ്. ഒരേ ചെടിയാണോ വേറെ വേറെ ചെടിയാണോ? വേറെ വേറെ ചെടിയാണ്. അപ്പൊ ഡിഫറെന്റ് ഫ്ലവർ ഓഫ്. വേറെ വേറെ ചെടിയാണോ? ഒരു ചെടിയാണോ? ഒരു ചെടിയാണ്, സോറി, ഒരു ചെടിയാണ്. അപ്പൊ ഡിഫറെന്റ് ഫ്ലവർ ഓഫ് എന്ത് പ്ലാന്റ് എന്ന് വിളിക്കാം? സെയിം പ്ലാന്റ് എന്ന് വിളിക്കാം. എന്ത് പ്ലാന്റ് എന്ന് വിളിക്കാം? സെയിം പ്ലാന്റ് എന്ന് വിളിക്കാൻ വേണ്ടി പറ്റും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അടുത്തൊരു കണ്ടീഷനിലേക്ക് പോവാണ്, സീനോഗമി. ഇവിടെ ഞാൻ 2 ചെടി എടുക്കുന്നുണ്ട്. ഇവിടെ ഞാൻ എത്ര ചെടി എടുത്തിട്ടുണ്ട്? 2 ചെടി എടുത്തിട്ടുണ്ട് എന്ന് വിചാരിക്കുക. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഞാൻ ഇവിടെ ഫ്ലവറിനെ എടുക്കുന്നുണ്ട്. നോക്കൂ മക്കളെ, ഇതൊരു ഫ്ലവർ ആണ്, ശരിയാണല്ലോ? യെസ്. അടുത്തൊരു ഫ്ലവർ, ഇതൊരു ഫ്ലവർ ആണ്, ശരിയാണല്ലോ? യെസ്. ഒന്നിൽ നമ്മൾ മെയിൽ ഫ്ലവർ ആയിട്ട് കാണിക്കുന്നു, ദിസ് ഈസ് അവർ ആന്തർ. അങ്ങനെയാണെങ്കിൽ അടുത്തത് നോക്കൂ നിങ്ങൾ, അടുത്തത് ഞാൻ ഇവിടെ കാണിക്കട്ടെ. അടുത്തത് ആരാ എന്ന് ചോദിച്ചാൽ നോക്കൂ, ദിസ് ഈസ് അവർ ആരാ മക്കളെ? പിസ്റ്റിലാണ്. ഇതാരാണ്? പിസ്റ്റിലാണ് എന്നുള്ള കാര്യം മനസ്സിലാക്കിക്കോളാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇത് നമ്മുടെ ആരാണ്? പിസ്റ്റിലാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ പിസ്റ്റിലാണ്. യെസ്. അങ്ങനെയാണെങ്കിൽ ഇത് നമ്മുടെ ആരാണ്? പിസ്റ്റിലാണ്. ഓക്കെ, പിസ്റ്റിലാണ്. ഓക്കെ, അങ്ങനെയാണ് നമുക്ക് എല്ലാവർക്കും അറിയാം, പോളൻ ഗ്രെയിൻ്റെ ട്രാൻസ്ഫർ നടക്കാൻ വേണ്ടി പോവാണ്, പോളിനേഷൻ നടക്കാൻ വേണ്ടി പോവാണ്. പോളിനേഷൻ നടക്കുന്ന സമയത്ത് നമുക്ക് എല്ലാവർക്കും അറിയാം, പോളിനേഷൻ നടക്കാൻ വേണ്ടി പോവാണ്, അല്ലേ? അപ്പൊ എങ്ങനെയാ പോളിനേഷൻ നടക്കുക? നോക്കൂ, എങ്ങനെയാ പോളിനേഷൻ നടക്കുക? ഇവിടെ നിന്നും പോളൻ ഗ്രെയിൻ പുറത്തേക്ക് ചാടി ആ പോളൻ ഗ്രെയിൻ അപ്പുറത്തുള്ള പ്ലാന്റിലെ വേറെ ഫ്ലവറിൽ പോയിട്ട് വീഴും, ശരിയല്ലേ? അപ്പൊ നമ്മൾ എങ്ങനെയാ അതിന്റെ ഡെഫിനേഷൻ ചെയ്താ? പറ. ദാറ്റ് ഈസ് സീനോഗമി. എങ്ങനെയാ സീനോഗമി ചെയ്താ? ട്രാൻസ്ഫർ ഓഫ് എന്ത് ഗ്രെയിൻ? പറ. ട്രാൻസ്ഫർ ഓഫ് പോളൻ ഗ്രെയിൻ ഫ്രം ആന്തർ ടു സ്റ്റിഗ്മ, ശരിയാണല്ലോ? ഫ്രം ആന്തർ ടു എന്താടാ? സ്റ്റിഗ്മ.
ഒരേ ഫ്ലവറിന്റെ ആണോ വേറെ വേറെ ഫ്ലവറിന്റെ ആണോ? സ്റ്റിഗ്മ ഓഫ് സെയിം ഫ്ലവർ ആണോ ഡിഫറെന്റ് ഫ്ലവർ ആണോ? അപ്പൊ നമുക്ക് ഇങ്ങനെ എഴുതാം, സെയിം ഫ്ലവർ ആണോ ഡിഫറെന്റ് ഫ്ലവർ ആണോ എന്ന് ചോദിച്ചാൽ നമുക്ക് എന്ത് പറയാൻ വേണ്ടി പറ്റും? പറ, ഡിഫറെന്റ് ഫ്ലവർ എന്ന് പറയാൻ വേണ്ടി പറ്റും. ആരെന്ന് പറയാൻ വേണ്ടി പറ്റും? പറ, ഡിഫറെന്റ് ഫ്ലവർ എന്ന് പറയാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ ആണല്ലോ. ട്രാൻസ്ഫർ ഓഫ് പോളൻ ഗ്രെയിൻ ഫ്രം ആന്തർ ടു സ്റ്റിഗ്മ ഓഫ് സെയിം ഫ്ലവർ ആണോ ഡിഫറെന്റ് ഫ്ലവർ ആണോ എന്ന് ചോദിച്ചാൽ നമ്മൾ പറയും ഡിഫറെന്റ് ഫ്ലവർ ആണ്. എന്ത് ഫ്ലവർ ആണ്? ഡിഫറെന്റ് ഫ്ലവർ ഓഫ് ഡിഫറെന്റ് പ്ലാന്റ് എന്ന് പറയാം. ശരിയല്ലേ? അപ്പൊ ഒരേ പ്ലാന്റിലല്ലേ, വേറെ വേറെ പ്ലാന്റിലാണ് എന്ത് ചെയ്യുന്നത്, ഈ പോളിനേഷൻ നടക്കുന്നത്. അപ്പൊ ഇത് സെൽഫ് പോളിനേഷൻ ആണോ ക്രോസ് പോളിനേഷൻ ആണോ എന്ന് ചോദിച്ചാൽ വളരെ സിമ്പിൾ ആയിട്ടും അറിയാം, വേറെ വേറെ പ്ലാന്റിലേക്കാണ് പോകുന്നത്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും ഇതെന്ത് പോളിനേഷൻ ആണ്? പറ, ക്രോസ് പോളിനേഷൻ ആണ്. ഓക്കെ, അപ്പൊ വളരെ സിമ്പിൾ ആയിട്ട് ക്രോസ് പോളിനേഷൻ ഓർത്തിരിക്കാൻ എന്താ, ക്രോസ് ഇട്ടുകൊണ്ട്. മക്കളൊക്കെ ക്രോസ് പോളിനേഷൻ ഓർത്തിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ നിങ്ങളോട് പറയുന്നു, ദാ ക്രോസ് ഇട്ടിട്ട് നോക്കിയ, ക്രോസ് ഇട്ടിട്ട് തുടങ്ങുന്ന പോളിനേഷൻ ആണ്. ശരിയല്ലേ? ഇതാണ് ക്രോസ് ഇട്ട് തുടങ്ങുന്ന പോളിനേഷൻ. അപ്പൊ ഇതാണ് എന്ത് പോളിനേഷൻ? ക്രോസ് പോളിനേഷൻ. ഓർത്ത് വെക്കാൻ വേണ്ടി പറഞ്ഞു. ഇതാണ് 3 ടൈപ്പ് ഓഫ് പോളിനേഷൻ: ഓട്ടോഗമി, ജൈനോഗമി ആൻഡ് സീനോഗമി. അപ്പോൾ ഒരേ പ്ലാന്റിൽ ഒരേ ഫ്ലവറിൽ നടക്കുന്ന പോളിനേഷൻ ഓട്ടോഗമി, ഒരേ പ്ലാന്റിൽ വേറെ വേറെ ഫ്ലവറിൽ നടക്കുന്നതാണെങ്കിൽ ജൈനോഗമി, ഒരേ പ്ലാന്റിൽ രണ്ട് വ്യത്യസ്ത പ്ലാന്റുകളിൽ രണ്ട് വ്യത്യസ്ത ഫ്ലവറിൽ നടക്കുന്നതിന് നമ്മൾ എന്താ വിളിക്കുക? സീനോഗമി. ഓക്കെ ആണല്ലോ.